என்ன சொல்லி அனுப்புறதுக்கு உனக்கு திறக்காச்சு இல்லையா? ரொம்ப தூரம் போக வேணாமா, அதனால சொன்னேன். நான் இப்ப போறேன். ஆனா நீ சொன்ன பேச்சு கேட்கல, நான் திரும்ப வருவேன். നിങ്ങളോട് കൂടി ചേർത്താ. അമ്മ ധൈര്യമായിട്ട് പോവാ, എല്ലാം പറഞ്ഞ പോലെ നടക്കും. പിന്നെ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. പട്ടാവി, என்னம்மா யாரா அந்த பொண்ணு? அது பக்கத்தாத்து பொண்ணுமா. அழகா இருக்கா. ഇതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ, ഡെപ്പോസിറ്റ്. എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറ. ഓ, അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന. പറ്റുമാ? ശരിയമ്മാ. അമ്മ ഇപ്പൊ വന്നു. എല്ലാം തീർന്നു. കുട്ടി എന്താ ചോദിച്ചേ? അല്ല, അമ്മ ഇപ്പൊ വന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ത് കരുതിട്ടുണ്ടാവോ? എന്ത്? അല്ല, കുട്ടി എവിടെ കണ്ടിട്ടേ ആകെ കുഴപ്പമായി. കുഴപ്പോ? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ആയിട്ടുള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാണ് അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാ കുട്ടിയുടെ വരവ്. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അടുപ്പൊന്നും ഇല്ലല്ലോ. അത് കുട്ടിക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല, ഇവിടുത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. അമ്മ തെറ്റിദ്ധരിച്ച് കാണും, ഉറപ്പാ. അല്ല, ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റായി പോകും തോന്നി പിന്നെ ഒരുത്തേ കണ്ടുകിട്ടിയില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ, ഞാനവർ പറഞ്ഞിട്ടുണ്ട്, അവരാ ടെൻറ്റി കാണും. സാർ, എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സിലെ? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. പിച്ചക്കാരൻ മാറിയില്ലേ? ഞാൻ നായര്, ശിവശങ്കരൻ നായര്, ഇവിടുത്തെ വൈദ്യരാ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? ഇനി മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണോ മനസ്സിലാവാത്തത്? അമ്മയ്ക്ക് എന്നെ പുരിഞ്ചില്ലേ? മനസ്സിലായില്ല. ഓ, അപ്പം മലയാളം അറിയാല്ലേ? ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ്. അതിനൊന്നും ഇല്ലേ? പട്ടാമ്പി സാർ അമ്മയെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യയും ഒരേ ഒരു മോളും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, വരാതെ പോവരുത്. പട്ടാമ്പി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറയാൻ മറന്നതാവും. പട്ടാമ്പി സാർ എന്താ അമ്മയോട് പറയാതിരുന്നു? മറന്നതാവുള്ളൂ. ചില സമയങ്ങളിൽ നല്ല മറവിയുണ്ട്. അതിന് ഞാൻ ഒരു മരുന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അതെ, വണ്ടി നേരെ അങ്ങോട്ട് പൊക്കോട്ടെ. വേണ്ട, തുറക്കണ്ട. എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. വേണ്ട, അടയ്ക്കണ്ട. ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്താ. അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ, ചെന്ന് അയച്ചു വിടറാ ചാവണേലും മുമ്പ്. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ. വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ. ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ സിനിമ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 = 48 Indian rupees. You know? അങ്ങനെയല്ലേ? അത് മാത്രല്ല, ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായവറുത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോൾ ഉണ്ടാക്കിയതാണ്. നായർക്ക് ബേക്കറി ബിസിനസ് എടുക്കാ. ബിസിനസ്സോ? തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്? അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മ. പോരും. എനക്ക് വയറ് നിറഞ്ഞാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെതിരല്ല, അല്ലേടി? അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അതന്നെ വലിയ കാര്യാ. ധർമ്മശാസ്താവേ, കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലലിയേ.
അതെങ്ങനെ ചൊല്ലും അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അത് നേരെ ரொம்ப ആകുതേ ഞാൻ കളമ്പട്ടുമാ ഓ വരേ. ചേച്ചി പട്ടാളക്കാരനെ കിട്ടിയെന്നെ തോക്ക് പിടിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം, ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെ അല്ലേ? ഒന്ന് പോടിയോ. നീ ഇവിടെ ഇരിക്കുക. ഡോ ഇതവിടെ കൊണ്ടുവച്ചേ. ദേ നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്നയച്ചാണെന്ന് പറയാ. പിന്നത്തയില പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ? എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ കൊഞ്ച നീയേ. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്? എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ പിണ്ണത്തൈല സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിലങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. ശരി. നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ മനുഷ്യ പ്രായമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്? പലതും കണ്ടിട്ടാ. എടി നിനക്കറിയില്ല ഒറ്റമോടുള്ള ഒരു തന്തയുടെ വേദന എന്താന്ന്. ഓരോരുത്തരന്മാര് നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക. ഇത് ഇങ്ങനൊരു കാര്യം വീണിട്ട് കളയാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. വൈദ്യരേട്ടാ, ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി എല്ല് വരെ വെള്ളമാറായി. ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എന്റെ കൊറേ കാശ് മേടിച്ച് തിന്നില്ലേ? ആ തിന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി 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 അങ്ങോട്ട് പോട്ടെ. പട്ടി അടിച്ചത് ഭേദായോ സാറേ? പോവാറായില്ല മോളെ. നിക്ക് 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 നിക്ക്. എന്താ എന്താ എന്താ? പിന്നതൈലം അച്ഛൻ തന്നു വിട്ടതാ. ഏതാ അച്ഛൻ? നായർ വൈദ്യര് പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടാവുന്ന കരുതി പിന്നതൈലം. പിന്നെ നല്ല നിന്റെ അച്ഛനോടെ കൊടുക്ക്. വേണേ കുറച്ച് കുടിച്ചോളാൻ പറ. മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചകളെ ഞാൻ പൊയ്ക്കോ. പട്ടാഭിരാമനല്ല, വട്ടാഭിരാമന. ഇവിടെ പാടി. എന്താ ഇവിടെ? കുറച്ചു ദിവസമായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണു. ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്? നോക്കട്ടെ, കാണിക്കേ. നോക്കട്ടടി. എന്താ ഇത്? പിന്നതൈലം. പിണ്ണതയിലോ? ആർക്ക്? എനിക്കോ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. ദാ. പോവല്ലേ, ഇത് പുരട്ട ഒരു കൈ കൂടെ വേണ്ടേ? എന്താ പിണ്ണതൈലം ഇത് പുരട്ടിയ ഫുൾ പെയിൻ പോവും ബോഡിയിലെ. പിന്നെ പോവും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാമുകി കാമുകന് പിണ്ണതൈലം പ്രണയോപഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ? ഞാൻ സഹിച്ചു. ഒച്ച വെക്കരുത്. അവള് പട്ടാമ്പി സാറിന് സ്വപ്നം കാണുക. മോളെ പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന ലോകത്തിൽ ഒരേ ഒരു അച്ഛൻ നിങ്ങളായിരിക്കും. അതെ, ഒറ്റമോളുള്ള ഒരു അച്ഛന്റെ സങ്കടമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്.